ഹൃദയത്തിൻ്റെ ആരോഗ്യം നോക്കുമ്പോൾ കൊളസ്ട്രോളും ബി.പിയും ഷുഗറിനേക്കാളും ഒക്കെ നമ്മുടെ ആയുർദൈർഘ്യം പറഞ്ഞു തരുന്നൊരു നമ്പറുണ്ട്. ആ നമ്പർ നമ്മൾ കൂട്ടുകയാണെങ്കിൽ നമ്മുടെ ആയുസ്സും കൂടും, ആരോഗ്യം കൂടും. പലർക്കും അറിയാത്ത ഈ നമ്പറിന്റെ പേരാണ് മെറ്റബോളിക് ഇക്വലന്റ്, മെറ്റ്സ് എന്ന് പറയും. ഇത് കേട്ടിട്ട് പേടിക്കൊന്നും വേണ്ട, ഇതെന്താണെന്ന് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നമ്മുടെ ശരീരം എല്ലാ കാര്യങ്ങൾക്കും ഊർജ്ജം ഉപയോഗിക്കുന്നുണ്ട്. ഇരിക്കുന്ന സമയത്ത് ഒരു ഊർജ്ജം ഉപയോഗിക്കുന്നുണ്ട്, നടക്കുമ്പോഴുണ്ട്, ഓടുന്ന സമയത്ത് അത് കൂടുന്നുണ്ട്. ആ ഊർജ്ജത്തിന്റെ ഏകദേശം ഒരു കണക്കാണ് ഈ മെറ്റബോളിക് ഇക്വലന്റ്. ഇപ്പോൾ ഒരാൾ സോഫയിൽ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഒരു മെറ്റ്സ് ആണ് അയാൾ ഊർജ്ജമായിട്ട് കത്തിച്ച് കളയാം. ഇനി പതുക്കെ നടക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 2-3 മെറ്റ്സ് ഊർജ്ജം അയാൾ കത്തിച്ച് കളയും. ഓടുകയാണെങ്കിൽ 7-8 മെറ്റ്സ് കത്തിക്കും. ഇനി വളരെ സ്പീഡിലാണ് ഓടുന്നതെങ്കിൽ ഏകദേശം ഒരു 10 മുതൽ 12 വരെ മെറ്റ്സ് ഊർജ്ജം കത്തിച്ച് കളയും. ഇപ്പൊ മനസ്സിലായില്ലേ, എത്ര കൂടുതൽ മെറ്റ്സ് നമുക്കുണ്ടോ അത്രയും നമ്മുടെ ബോഡി ഫിറ്റ് ആയിരിക്കും. നമ്മുടെ ഫോണിന്റെ ബാറ്ററി ചാർജ് പറയുന്ന പോലെ 100% ചാർജ് ഉണ്ടെങ്കിൽ ഡിസ്പ്ലേ ഒക്കെ നല്ല ബ്രൈറ്റ് ആയിരിക്കും, ആപ്പുകളൊക്കെ പെട്ടെന്ന് ലോഡ് ചെയ്യും. എന്നാൽ ചാർജ് ഒരു 10% കുറവാണെങ്കിൽ ആപ്പുകൾ ക്രാഷ് ചെയ്യാൻ തുടങ്ങും, ഡിസ്പ്ലേ ലൈറ്റ് കുറയും. ഇതുപോലെ അപ്പോൾ ഈ മെറ്റ്സ് എന്തുകൊണ്ടാണ് നമ്മുടെ ആയുർദൈർഘ്യവും ആയുസ്സൊക്കെ പ്രവചിക്കാൻ സഹായിക്കുന്നത്? നമ്മുടെ കാർഡിയോ വാസ്കുലർ സിസ്റ്റത്തിന്റെ എല്ലാ കാര്യങ്ങളും ഒരൊറ്റ നമ്പറിലൂടെ പറഞ്ഞു തരുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഹാർട്ടിന്റെ പമ്പിംഗ് ശക്തി, ശ്വാസകോശത്തിന് ഓക്സിജൻ എത്ര എടുക്കാൻ പറ്റുന്നുള്ള കപ്പാസിറ്റി, മസിലുകളുടെ പ്രവർത്തനക്ഷമത, അതുപോലെ തന്നെ രക്തധമനികളുടെ ആരോഗ്യം, ഇതെല്ലാം ഒറ്റയടിക്ക് ഒരു സിംഗിൾ നമ്പറിൽ പറഞ്ഞു തരാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ 4 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു സിസ്റ്റത്തിന് കേടുണ്ടെങ്കിൽ ഈ മെറ്റ്സിനെ അത് ബാധിക്കും. ഇപ്പോൾ നമ്മളൊരു പഴയ ഫാക്ടറിന്റെ ഉദാഹരണം എടുക്കുക. അവിടുത്തെ മെഷീനുകളൊക്കെ പഴയതായിരിക്കും, അവിടുത്തെ വെന്റിലേഷൻ മോശമായിരിക്കും, പൈപ്പൊക്കെ ബ്ലോക്ക് ആയിട്ടുണ്ടാവും, ജോലിക്കാരൊക്കെ പ്രായം ചെന്ന് അധികം കഴിവൊന്നും ഇല്ലാത്തവരായിരിക്കും. ഇങ്ങനെ ഒരു ഫാക്ടറിയുടെ ഉൽപാദനക്ഷമത വളരെ കുറവായിരിക്കും. എന്നാൽ ഒരു നല്ല ഫാക്ടറി എടുക്കുകയാണെങ്കിൽ അവിടുത്തെ മെഷീനൊക്കെ പുതിയതായിരിക്കും, നല്ല എഫിഷ്യൻ്റ് ആയിരിക്കും അവിടുത്തെ ജോലിക്കാർ, ബാക്കി എല്ലാ സപ്പോർട്ട് സിസ്റ്റം വളരെ ഉഷാറായിരിക്കും. അങ്ങനെയുള്ളൊരു ഫാക്ടറി ആണെങ്കിൽ അവിടുത്തെ ഉൽപാദനം ഗംഭീരമായിരിക്കും. ഇതുപോലെയാണ് കുറഞ്ഞ മെറ്റ്സ് ഉള്ള ഒരു വ്യക്തിയുടെ ശരീരം എന്ന ഫാക്ടറിയും ഒരു 8, 9, 10 മെറ്റ്സ് ഉള്ള ഒരു വ്യക്തിയുടെ ശരീരം തമ്മിലുള്ള വ്യത്യാസം. അല്ലാതെ കൊളസ്ട്രോളോ ഷുഗറോ പ്രഷറോ നോർമൽ ആയതുകൊണ്ട് മാത്രം കാര്യമില്ല. നല്ല മെറ്റ്സ് കപ്പാസിറ്റി നമ്മുടെ ശരീരത്തിന് വേണം. ഇനി നമുക്കൊക്കെ അറിയേണ്ടത് നമ്മുടെ സ്വന്തം മെറ്റ്സ് കപ്പാസിറ്റി എത്രയെന്നുള്ളതാണ്. അതറിയാനുള്ള കൃത്യമായ മാർഗം ആശുപത്രിയിൽ പോയിട്ടൊരു ത്രെഡ്മിൽ ടെസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. ഇനി അത് ചെയ്യാൻ പറ്റാത്തവരാണ് നമ്മളിൽ ഭൂരിപക്ഷ ആളുകളും. അങ്ങനെയുള്ളവർക്ക് അതറിയാനൊരു ട്രിക്ക് ഉണ്ട്. നമ്മളിൽ ഒരു വ്യക്തിക്ക് 2 നില കോണിപ്പടികൾ നിർത്താതെ കയറാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏകദേശം 5 മെറ്റ്സ് ആണ് നിങ്ങളുടെ കപ്പാസിറ്റി. അതേപോലെ നിർത്താതെ ഒരു 20 മിനിറ്റ് നിങ്ങൾക്ക് ഒരു ആവറേജ് സ്പീഡിൽ ഓടാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെറ്റ്സ് 7 മുതൽ 8 വരെയാണ്. ഇനി ഇതേപോലെ അത്യാവശ്യം നല്ല സ്പീഡിൽ നിങ്ങൾക്ക് ഓടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 10 മുതൽ 12 വരെ മെറ്റ്സ് നിങ്ങൾക്കുണ്ട്. ഇനി എത്ര മെറ്റ്സ് ആണ് നമ്മളെല്ലാവരും ലക്ഷ്യം വെക്കേണ്ടത്? ഹാർട്ടിന് പ്രൊട്ടക്ഷൻ കിട്ടണമെങ്കിൽ ചുരുങ്ങിയതൊരു 7 മുതൽ 8 വരെ മെറ്റ്സ് നമുക്ക് വേണം. ഗംഭീരമായ ഹാർട്ട് പ്രൊട്ടക്ഷൻ കിട്ടണമെങ്കിൽ ഏകദേശം 10 മുതൽ 12 വരെ മെറ്റ്സ് വേണം. ഇനി നമ്മൾ നമ്മുടെ മെറ്റ്സ് മനസ്സിലാക്കി അത് നമുക്ക് മെച്ചപ്പെടുത്തണം എന്നാണെങ്കിൽ എന്താണ് മാർഗം? അതിന് ഏറ്റവും പ്രധാനം റെഗുലർ ആയിട്ടുള്ള ഹിറ്റ് എക്സർസൈസുകളാണ്. അതല്ലെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള മോഡറേറ്റ് എക്സർസൈസുകളും നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കുക. ഇനി പ്രായം ചെന്ന ആളുകളാണെങ്കിൽ പോലും നിരന്തരമായ എക്സർസൈസിലൂടെ മെറ്റ്സ് പതുക്കെ മെച്ചപ്പെടുത്താൻ സാധിച്ചേക്കാം.